ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇത് കുറച്ചൊരു പഴയ വീഡിയോ ആണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് അസ്ലങ്ക പോണതിൻ്റെ തലേന്ന് ദിവസമാണിത്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് പോയതാണ്. ഒരു ദിവസം ഫുള്ള് കോഴിക്കോടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറുന്നത് മെഹ്റബ് എന്ന് പറഞ്ഞിട്ടുള്ള യമനി റെസ്റ്റോറൻ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഒരു ഫേമസ് ഷോപ്പാണിത്. അപ്പം മന്തി ആണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളിന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയത് കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ഒരു 10:30 പോകുന്നതാണ്. ഇപ്പോൾ ഉച്ചക്കാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിന്ന് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ആച്ചി ഇവിടെ കോഴിക്കോട് പഠിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് എപ്പോഴും പറയലുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, ഞാനിതുവരെ വന്നിട്ടില്ല. ഓനത് വന്നതുകൊണ്ട് ഓനെ അറിയാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്ന് എൻ്റെ ബ്രദർ ഷെമ്മിയും വൈഫ് അഫ്സിയും കുട്ടികളൊക്കെ അതും ഉണ്ട്. ലച്ചു ഇല്ല കേട്ടോ, ലച്ചു എടക്കാടാണ്. അപ്പോൾ 2 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇന്ന് ലഞ്ച് കഴിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മജ്ലിസും ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സെലക്ട് ചെയ്തത് മജ്ലിസാണ്. ഇവിടെയാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ആണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ഒരു പ്രൈവസി ഒക്കെ ഉള്ള നല്ല സൂപ്പർ സ്ഥലം. പിന്നെ ഇവരുടെ തീം എന്ന് പറയുന്നത് ഇരുട്ടാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ബ്രോഷറും ഇങ്ങനത്തെ ഈ മെനു കാർഡൊക്കെ ഒരു ഇതാണ്, ബ്ലാക്ക് കളറിലാണ് തീം വെച്ചിട്ടാണ് ചെയ്തത്. നല്ല ഭംഗിയുണ്ട് കാണാനും. നല്ലൊരു എന്താ പറയുക, ഒരു റിച്ച് ലുക്ക്, അടിപൊളിയാണ്. അപ്പം ഇതാണ് ഈ ഒരു ഇത്. ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ട് സൂപ്പാണ് കൊണ്ടുപോയി തന്നത് കേട്ടോ. സൂപ്പും അതേപോലെ തന്നെ ഒരു സാലഡ് ഉണ്ട്. പിന്നെ കുറച്ച് 2-3 ചട്നി എന്ന് പറയുന്നത് നമ്മൾ റായത്ത പോലത്തെ, ഒന്ന് തൈര്, ഒന്ന് മിൻറ്റ് ചട്നി, പിന്നെ 2 തക്കാളി സോസാണ്. അപ്പോൾ അതൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാമെന്നുള്ളതിൽ അങ്ങനത്തെ ഒരു 4 ടൈപ്പ് അതും കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പോൾ സാലഡൊക്കെ ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. പിന്നെ അത് നമ്മളെ റൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്തത് മട്ടനും ചിക്കനുമാണ്. അപ്പോൾ നമുക്കെല്ലാം മട്ടൻ മതി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പിന്നെ ചിക്കൻ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചിക്കനാണ് അവർക്ക് ഓർഡർ ചെയ്തത്. പിന്നെ ഒരു അറബിക് സാലഡുമാണ്. അപ്പോൾ സാലഡൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ റൈസും മട്ടനും ഒക്കെ എനിക്കിഷ്ടമായി. പക്ഷേ അതിൻ്റെ ചിക്കൻ മാത്രം എനിക്കിഷ്ടമായില്ല. കാരണം ചിക്കന് മന്തിക്ക് പറ്റിയ ഒരു ചിക്കനായിട്ട് തോന്നിയില്ല. കാരണം സാധാരണ ഒരു ചിക്കന് മുളകും മഞ്ഞളൊക്കെ തേച്ച് പൊരിക്കുന്ന അതുപോലത്തെ ഒരു ചിക്കനാണ് ഇവിടെ ഇതിൻ്റെ കൂടെ തന്നത്. അപ്പോൾ അതെനിക്കിഷ്ടമായില്ല. ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളെ നാട്ടിൽ കിട്ടുന്നതിൽ നല്ല മന്തി ആയിട്ട് തന്നെ തോന്നി. കാരണം നെഹദിയാണ് പിന്നെ നല്ല മന്തി സെർവ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ പോലെ തന്നെ തോന്നി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തത് പോണത് കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. കോഴിക്കോടുള്ള എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും. ഇവിടെ ഒരു സ്പെഷ്യൽ ഇതാണ് കടലുണ്ടി ഗ്രീൻ ഐലൻഡ് റിവർ ടൂറിസം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ആണ് മെയിനായിട്ട്. ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടർ വെച്ചിട്ടുള്ള ബോട്ടിംഗ് അല്ല, തോണി തുഴയുന്ന പോലെ തുഴഞ്ഞു പോണ ഒരു നാച്ചുറൽ ഇതുള്ള ഒരു സ്ഥലമാണിത്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഷെമ്മി കുറേ ആയി പറയുന്നപ്പോൾ പറയുന്നത് നമുക്കിവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. അടിപൊളി, നല്ലൊരു ക്ലൈമറ്റും ആയിരുന്നു. നല്ലൊരു ചെറിയൊരു തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. നല്ലൊരു സ്ഥലം, നല്ല അടിപൊളി. നമുക്ക് ഭയങ്കര ഇഷ്ടമായി. വന്നില്ലെങ്കിൽ അതൊരു വലിയ മിസ്സിങ് ആവുമായിരുന്നു. അപ്പം നല്ല എന്താ പറയുക, നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ അടിപൊളി സ്ഥലം. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കണ്ടൽക്കാടുകളാണ്. ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന കണ്ടൽക്കാട് ഇവിടെ ആണെന്നാണ് പറയുന്നത്. എന്തോ എന്നോട് നമ്പർ മറന്നുപോയി. 30-40 അധികം കണ്ടൽക്കാടുകൾ വെറൈറ്റി ആയിട്ടുള്ള ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരാൾ, ഈ തുഴയുന്ന ആളുണ്ടല്ലോ, അത് അവർ നമ്മളെ ഓരോ സ്ഥലത്തെത്തുന്ന സമയത്ത് നിർത്തിയിട്ട് അവിടെ നമുക്ക് ഓരോന്നിൻ്റെയും ഈ ഒരു കണ്ടൽക്കാടിനെ പറ്റി വിശദീകരിച്ച് തരുന്നുണ്ട്. ഓരോന്നും അത് ഇന്ന ടൈപ്പാണ്, ഇന്നതാണ്, അതിൻ്റെ അതിൻ്റെ വ്യത്യാസം ഇതാണ്, താഴെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ സ്ഥലത്തെത്തുമ്പോൾ നക്ഷത്ര കണ്ടൽക്കാട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മാത്രമേ എൻ്റെ പേര് എൻ്റെ ഓർമ്മയിലുള്ളൂ. വേറെ ഓരോന്നിൻ്റെയും പേര് അയാൾ പറഞ്ഞു തന്നിരുന്നു, എന്നോട് മറന്നുപോയി. അപ്പം അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഇറങ്ങാൻ പറ്റി തോന്നേയില്ല. അടിപൊളി, നല്ല സൂപ്പറാണ്. ഏകദേശം എനിക്കൊന്ന് 1 മണിക്കൂറിൻ്റെ മേലായിട്ട് നമ്മൾ ഈ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല ഈ ഒരു കാഴ്ചകൾ കണ്ടാൽ നല്ല അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ അത് നമ്മൾ അസ്ലങ്ക പോണതിൻ്റെ തലേന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചതാണത്. പക്ഷേ ഇതിൻ്റെ എഡിറ്റിംഗ് എപ്പോഴാണ് ചെയ്തത്, ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ കുറേ ദിവസമായി. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ജലദോഷം ഉള്ളതുകൊണ്ട് വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ നീട്ടി വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം നമുക്ക് ഓരോ തരത്തിലുള്ള ഓരോ കണ്ടൽക്കാടിൻ്റെ സൈഡിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്ന് ഉള്ളോട്ടേക്ക് തിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഉള്ളോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് അവർ നമുക്ക് കാണിച്ചു തരും ഇതിൻ്റെ ഇലൻ്റെ പ്രത്യേകതയും ഇത് എന്താണ് ഇതിൻ്റെ ഒരു ഇത് ചെയ്യണത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് നല്ലോണം അയാൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. അതേപോലെ തന്നെ ഓരോ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ
അവിടെ നിർത്തിയിട്ട് അവർ പറയും ഇവിടുന്ന് ഫോട്ടോ എടുത്തോ ഇന്ന പോസിലെടുത്താലും നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെയാണ് എടുക്കലെന്നൊക്കെ എല്ലാം പറഞ്ഞുതരും. ഈ ഒരു സ്ഥലത്തുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹോം സ്റ്റേ ഉണ്ട്, അതേപോലെ തന്നെ അവിടെ അതിൻ്റെ കൂടെ എന്താ പറയുക ഹോംലി ഫുഡ് ഒക്കെ ഒരുപാട് തരം മീനുകൾ ഇവിടുന്ന് പിടിക്കുന്ന തന്നെ മീനുകളൊക്കെ വെച്ചിട്ടുള്ള ഫുഡും എല്ലാം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊക്കെ സമയം വേണം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടുന്ന് ലഞ്ച് കഴിച്ച് നേരെ അങ്ങോട്ടേക്ക് വന്നതാണ്, നമുക്ക് അതിനൊന്നും സമയമില്ല. ജസ്റ്റ് ഈ ഒരു ബോട്ടിങ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇന്ന് രാത്രിയാണ് അസലൊക്കെ പോണത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോവുകയും വേണം. അപ്പം നമ്മൾ അവിടുന്ന് പാക്ക് ചെയ്തിട്ടാണ് വന്നത്. ഈ ഒരു കാഴ്ച നോക്കുക നല്ല അടിപൊളിയാണ് അല്ലേ, സൂപ്പറാണ്. അപ്പം ഇവിടെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കണം കേട്ടോ. എന്തായാലും അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല അടിപൊളി സീനാണ് കേട്ടോ. നമുക്ക് ശരിക്കും എന്താ പറയുക ഇതുവരെ കാണാത്തൊരു കാഴ്ചകൾ പോലെ തോന്നും. ഈ ഒരു ഇത് കണ്ട ഈ ഒരു കണ്ടൽക്കാടിൻ്റെ പ്രത്യേകത പറഞ്ഞത് ഇതിൻ്റെ വേര് മേലോട്ടേക്ക് പൊന്തിയിട്ടാണ് നിൽക്കുക എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇത് കണ്ടില്ല, അങ്ങനെ സൂചി കുത്തി വെക്കുന്ന പോലെ മേലോട്ടേക്ക് ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഇത് വേറൊരു തരം കണ്ടൽക്കാടാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുറമെ കാണുന്ന ഭാഗത്ത് മാത്രമേ ഇലകൾ ഉണ്ടാവുള്ളൂ. നല്ല ഭയങ്കര പച്ചപ്പുള്ള ഒരു ഇലകളാണ്, പക്ഷേ ഉള്ളിൽ ഇലകൾ തീരെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പുറമെ കാണുന്ന ഭാഗത്ത് മാത്രം ഇലകൾ, ഉള്ളോട്ട് തീരെ ഇല ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ നല്ല പച്ചപ്പായിട്ട് തോന്നും, പക്ഷേ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഇതില്ല. ശരിക്കും നമ്മളെ മുളവടികൾ നിറച്ച് വെച്ച പോലെയാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം. ഓരോന്നിൻ്റെ വ്യത്യാസങ്ങളും ഇതൊക്കെ നമുക്ക് ഇയാൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഓരോ സ്ഥലത്ത് എത്തുന്ന സമയത്ത് ഓരോന്നിനും ഉള്ളോട്ടേക്ക് ഇങ്ങനെ തോണി അങ്ങോട്ടേക്ക് കയറ്റും. തോണിയല്ല പോട്ട് അതങ്ങോട്ട് ഉള്ളോട്ടേക്ക് പോയിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരും. എന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ളതും എല്ലാം കാണിച്ചു തരും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല യാത്രയായിരുന്നു അത്. ഇതിൻ്റെ ഒരു ലുക്ക് കണ്ടില്ലേ, ഇത് നോക്ക് മുന്നിൽ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ആ തോണിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കാർപ്പറ്റൊക്കെ വിരിച്ച് പച്ച കളറിലാക്കി വെച്ച് അതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയാക്കി വെച്ചതാണ്. അവിടെ നിന്ന് എടുത്താൽ നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ശരി തന്നെയാണ് കേട്ടോ, നമ്മളെടുത്തപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയ സൂപ്പറാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളോട്ട് കയറുമ്പോൾ നോക്കി നമ്മൾ ശരിക്കും വേറെ ഏതോ രാജ്യത്തെത്തിയ പോലെയാണ് തോന്നുന്നത്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കണ്ടൽക്കാടാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭംഗി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ലുക്ക് നോക്ക്. നമ്മൾ ശരിക്കും കേരളത്തിലാണെന്ന് തന്നെ നമുക്കൊരു സംശയം തോന്നിപ്പോൾ. അത്രയും നല്ല പുറത്തെവിടെ പോയ പോലെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് കാണുന്നത്. ഇത് നോക്ക്, അടിപൊളി അല്ലേ. നമ്മളിങ്ങനത്തെ സീനറീസൊക്കെ നമ്മളിങ്ങനെ പിക്ചറിലായിട്ടൊക്കെ കാണലുണ്ട്, പക്ഷേ ഡയറക്റ്റ് നമ്മൾ നേരിട്ട് കാണലില്ലല്ലോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടമായി. നമുക്ക് നല്ല എല്ലാവർക്കും അഫ്സിക്കും ഷെമിക്കും മുസ്ലിംകാർക്കും എല്ലാവർക്കും ഇഷ്ടമായത് ഈ ഒരു ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ നമുക്ക് നിർത്തിയിട്ട് കുറേ സമയം തരും നമുക്ക് ഫോട്ടോ എടുക്കാനും ഇതാക്കാനൊക്കെ. എന്നിട്ട് എല്ലാവരും ഫോട്ടോ സെക്ഷനാണ്. പിന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഇതിപ്പോൾ കണ്ടത് വേറൊരു ഭാഗത്തെത്തി. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കി, ഇതും ഫോട്ടോക്ക് വേണ്ടിയിട്ട് വെച്ച് തന്നതാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് വരിക കേട്ടോ. നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ഫോട്ടോ അങ്ങനെ എടുത്തതാണ്. നല്ല ലുക്ക് അല്ലേ, അടിപൊളിയാണ്. പിന്നെ ഇതിൽ നിന്നിട്ടും എല്ലാവരും ഫോട്ടോ എടുത്തു കേട്ടോ. പക്ഷേ എനിക്ക് അതിൽ നിൽക്കാൻ ഭയങ്കര പേടിച്ചിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് നിന്നതൊക്കെ. അപ്പോൾ അതാ നമ്മളെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവരെ ബോർഡ് കണ്ടില്ലേ. പിന്നെ ഇവിടെ ഇതുണ്ട് കേട്ടോ, എന്താ പറയുക ബേഡ്സിൻ്റെ എന്തോ ദേശാടനക്കിടികൾ വരുന്ന ഒരു ഇതുണ്ട് എന്നാണ്. പക്ഷേ ഇന്നത് സീസൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ അതില്ല. അതിൻ്റെ സീസണൽ ടൈമിൽ വന്നാൽ അതും കൂടെ കാണാമെന്നാണ് പറഞ്ഞത്. അത് നല്ല ഭംഗിയുള്ളതാണെന്ന് പറയുന്നത്. നേരെ മുന്നിൽ കണ്ടില്ല ബോർഡ്, അതിൻ്റെ ആ ഒരു പക്ഷികളെ ചിത്രമൊക്കെ വെച്ചിട്ടുള്ള അത് നല്ല രസമാണെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളൊരു കഫേയിലാണ് എത്തിയത്. ഈ ഒരു കഫേനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചതാണ്. ചായ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ കുന്നമംഗലുള്ള കഫേയാണിത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ രാത്രിക്കത്തെ ഫുഡ് കഴിച്ചത്. ഇതും കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ശരിക്കും സുബൈക്കിൻ്റെ സമയത്താണ് അസ്ലങ്കാൻ്റെ ഫ്ലൈറ്റ്. ആ സമയത്തേക്ക് നമുക്കൊരു 3 മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് 3-3:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുവരെ നമ്മൾ ടൈം ഇവിടുന്ന് എല്ലായിടത്തും പോയിട്ട് സ്പെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഗോകുലം ഗാലറിയയിൽ ഇതുവരെ പോയിട്ടില്ല. കോഴിക്കോടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ വന്ന് ഉമ്മനിയപ്പനെയൊക്കെ കണ്ട് തിരിച്ചു പോകലാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം അതും കൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഗോകുലം ഗാലറിയിലാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയ സമയം എന്ന് പറയുന്നത് 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഏകദേശം ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ. ആകെ നെസ്റ്റോ മാത്രമാണ് ഓപ്പൺ ചെയ്ത് കണ്ടത്, ബാക്കിയെല്ലാം അടച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 10 മണിയാകുമ്പോൾ തോന്നുന്നു വരെ ടൈം. 10 മണി കഴിഞ്ഞ് പോയിട്ടുണ്ട് നമ്മൾ എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ബാക്കി ഷോപ്പുകളൊക്കെ എല്ലാം അടച്ചു പോയിന്. നല്ല വലിയ നെസ്റ്റോ ആയിട്ട് തന്നെ കേട്ടോ ഇതും ഉള്ളത്. തൊട്ടപ്പുറത്ത് ഹൈലൈറ്റ് മാളിലുണ്ടെങ്കിലും ഇതും നല്ല വലിയ നെസ്റ്റോ തന്നെയാണ്.
പിന്നെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമായിട്ട് തോന്നിയ ഇതാണ് കേട്ടോ. ഈ ഒരു ഇനെന്താ പറയുക, നമ്മൾ പണ്ട് പായക്കപ്പൽ എന്ന് പറയുന്ന സാധനമാണെന്ന് തോന്നുന്നു. അത് നല്ല മരം കൊണ്ട് ഉണ്ടാക്കി വെച്ച നല്ല അടിപൊളി. അവിടുന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. സൂപ്പറായിട്ട് തോന്നിയിട്ട് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തതാണ് കാണേണ്ടത്. എന്താ പറയുക, ആ ഒരു പായക്കപ്പലിൽ എന്തൊക്കെ ഉണ്ടാവുമോ, പണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഫുള്ളായിട്ട് ചെറിയ രീതിയിൽ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, സൂപ്പറായിന്. ഇപ്പം നമ്മൾ നെസ്റ്റോൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് വെറുതെ ഇവിടെ ഇതിനുള്ളിൽ കയറിയതുകൊണ്ടൊന്നും കയറിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നുമില്ല. അപ്പം വേറെ ഒന്നും ഇവിടെ തുറന്നിട്ടുമില്ല. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ വേറെ ഏതെങ്കിലും ഷോപ്പൊക്കെ തുറന്നാണെങ്കിൽ ഡ്രസ്സൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഒറ്റ ഷോപ്പും തുറന്നില്ല, എല്ലാം പൂട്ടിപ്പോയി. നമ്മൾ എത്തുമ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. നല്ല അടിപൊളി. ഗൾഫിലൊക്കെ ഉള്ള മോഡൽ നല്ല എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ അവക്കാഡോ അതാ എൻ്റെ വീട്ടിലുള്ളത്. പിന്നെ പേസ്ട്രീസാണിത്. പേസ്ട്രീസിൻ്റെ ഭാഗത്തെത്തി, ബേക്കറി ഭാഗത്തെത്തി. ഡോണറ്റ്സ്, കേക്ക്സ് ഇതൊക്കെ ഉണ്ട്. എല്ലാം ഒന്നും ഇല്ലാത്തതില്ല, എല്ലാം ഉണ്ട്. നമ്മൾ എന്താ പറയുക, പുറത്തുള്ള പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രഷ് സാലഡ്, പിന്നെ നമ്മളെല്ലാം മീറ്റ്, ചിക്കൻ ഇങ്ങനത്തെ ഒക്കെ ഭാഗമാണിത്. അപ്പോൾ നല്ല ഏകദേശം ഒക്കെ കഴിയുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ലാസ്റ്റ് ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരുവിധമൊക്കെ തീർന്നു പോയിട്ടുമുണ്ട്. ബാക്കിയാണ് ഇപ്പോൾ ഇതുള്ളത്. മീനൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ മീൻ, ഞണ്ട്, എല്ലാ ഏക്കറൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നമ്മൾ കേക്കൊക്കെ വേറെ, നമ്മളെ ബർത്ത്ഡേ കേക്ക് അങ്ങനത്തെ ഒക്കെ പേസ്ട്രീസിൻ്റെ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ വന്നതുകൊണ്ട് പിന്നെ ഒരു കുട്ടികൾ ഓരോന്ന് അത് കണ്ട് ഇത് കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എയർപോർട്ടിൽ നമ്മൾ നേരത്തെ എത്തുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ മറ്റേ പിസ്സൻ്റെ കേക്ക്സും പിസ്സയും അതേപോലെ തന്നെ മഫിൻസ് അങ്ങനത്തെ ഒരു ജ്യൂസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.